മാം ഈ ഐ-പിൽ കഴിച്ചാൽ എന്തായാലും പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? എപ്പോഴാണത് കഴിക്കേണ്ടത്? ഐപിൽ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ടാബ്ലറ്റാണ്. ലീവോനോർജസ്ട്രിൽ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഐപില്ലിലുള്ളത്. അപ്പോൾ ഈ ഐപിൽ എടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുള്ളത് അതിനൊരു 72 അവേഴ്സിനുള്ളിൽ നമ്മൾ ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ യൂസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ടാബ്ലറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ പീരീഡ്സിൻ്റെ ഓവുലേഷൻ ഡിലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇൻ്റർകോഴ്സ് നടന്നിട്ട് 72 മണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അത് പീരീഡ്സിൻ്റെ ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ എടുക്കുമ്പോഴാണ് ഈ ടാബ്ലറ്റിന് പ്രധാനമായിട്ടും പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു യൂസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ 12ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. എന്നാൽ 14ാമത്തെ ദിവസത്തിന് ശേഷമാണ് ഐപിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ ചിലപ്പം ഉണ്ട്. എന്നാൽ ഈ ഐപിൽ കഴിച്ചത് കൊണ്ട് പ്രഗ്നൻസി ആകുന്നത് കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് വൈകല്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യതകൾ ഐപിൽ എടുത്തതുകൊണ്ട് വരുന്നില്ല. പിന്നെ പ്രഗ്നൻസി ആയില്ലെങ്കിൽ തന്നെയും ചിലർക്ക് പീരീഡ്സ് ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് 1 മാസമോ 2 മാസമോ ഒക്കെ പീരീഡ് വരാത്തതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഐപിൽ എടുത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100% പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് അല്ല ഐപിൽ. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം.